Today's topic, position of elements in modern periodic table. നമുക്കൊരു എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ അതിന്റെ പീരീഡ്, ഗ്രൂപ്പ്, വാലൻസി ഇതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഫസ്റ്റ്, ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാം. Example, sodium. Atomic number of sodium is 11. Its configuration 281. ഇതിന്റെ പീരീഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ പീരീഡ് നോക്കാമെങ്കിൽ സോഡിയത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് തേർഡ് പീരീഡ് ആയിരിക്കും. നോക്കിക്കേ, അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11, കോൺഫിഗറേഷൻ 281. That means sodium atom has 3 shells, K, L and M. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഷെൽ 3 ആണ്. സോഡിയം ആറ്റത്തിന്റെ പീരീഡ് എത്ര തന്നെ നമുക്ക് കിട്ടിയത് 3. Then magnesium, atomic number 12, configuration 282. The number of shell of magnesium എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 3, K, L and M. It belongs to third period. അപ്പം number of period of magnesium എന്ന് പറയുന്നത് എത്ര വരുന്നത് number period 3. ഇവിടും ഷെല്ലിന്റെ എണ്ണം 3 ആണ്, പീരീഡ് നമുക്ക് എത്ര തന്നെ കിട്ടിയത് 3. Then hydrogen, അറ്റോമിക് നമ്പർ 1 ആണ്, കോൺഫിഗറേഷൻ എഴുതിയ 1, K ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എത്ര തന്നെ വരുന്നത് 1. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇതിനൊരൊറ്റ ഷെല്ലേ ഉള്ളൂ, പീരീഡ് നമ്പർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ ഓക്സിജൻ, അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ 2, 6. That means oxygen has 2 shells, K and L. ഇതിന്റെ പീരീഡ് നോക്കാമെങ്കിൽ കാണാം സെക്കൻഡ് പീരീഡിലാണ് ഓക്സിജൻ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കുറെ എക്സാമ്പിൾ പഠിച്ചു. ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ല് ഇവിടെ ഏതിനോട് ഈക്വൽ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് നമ്പർ ഓഫ് പീരീഡ്. നമ്മൾ ഓരോ ആറ്റത്തിന്റെയും പീരീഡ് കണക്കാക്കുക, എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുവാണെങ്കിൽ അതിന്റെ ഷെൽ എത്ര ആണോ അത് ഏതിനോട് ഈക്വൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പീരീഡ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഐഡിയ എന്തായിരുന്നു, നമ്പർ ഓഫ് ഷെൽ എപ്പോഴും ഏതിനോട് ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് പീരീഡ്. അപ്പൊ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഏത് പീരീഡിൽ ഉൾപ്പെടും എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾ ആദ്യമേ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ എഴുതണം, എന്നിട്ട് നോക്കണം അതിന് എത്ര ഷെൽ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം. ആ ഷെല്ലിന്റെ എണ്ണം എപ്പോഴും ഏതിനോട് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുന്നത് പീരീഡ് നമ്പർ. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ ഒരു എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിലെ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ട് നിങ്ങളോട് പറയുവാണ് അതിന്റെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് ഏത് പീരീഡിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, കോൺഫിഗറേഷൻ എഴുതുക. കോൺഫിഗറേഷൻ എഴുതിയിട്ട് നിങ്ങൾ നോക്കണം ആ എലമെന്റിന് എത്ര ഷെൽ ഉണ്ടെന്ന് നോക്കണം. ഷെൽ ഏതിനോട് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുന്നത് പീരീഡ് നമ്പർ. നെക്സ്റ്റ്, ഗ്രൂപ്പ് നമ്പർ. നമുക്കൊരു ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം, അതായത് ഏത് ഗ്രൂപ്പിലാണ് ആ എലമെന്റ് ഉൾപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ നോക്കണം. വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺസ്? The outermost shell of an atom is known as a valence shell. ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വാലൻസ് ഷെൽ. അങ്ങനെയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്തായിരിക്കും, ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ആയിരിക്കുമല്ലോ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് വാലൻസ് ഇലക്ട്രോൺസ്. The outermost electrons of an atom is known as valence electrons. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് എന്തുവാണെന്ന് ആദ്യമേ മനസ്സിലായല്ലോ. ഒരാറ്റത്തിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വരുമ്പോൾ ഔട്ടർ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ഏതിനോട് റിലേറ്റഡ് ആണ് ഗ്രൂപ്പ് നമ്പർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പറും
വാലൻസ് ഇലക്ട്രോൺസും റിലേറ്റഡ് ആണ്. ഫസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് പറയാൻ പോകുന്നത്. ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നമ്മൾ കോൺഫിഗറേഷൻ എഴുതി വരുമ്പം അതിന്റെ ഔട്ടർ ഇലക്ട്രോൺ, അതായത് വാലൻസ് ഇലക്ട്രോൺ 1 ആണ് എങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പും ഏത് തന്നെ ആയിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും വരുന്നത്? 1 ഇലക്ട്രോൺ. ദെൻ വാലൻസ് ഇലക്ട്രോൺ 2 വന്നു കഴിഞ്ഞാൽ ആ ആറ്റം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് എങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ്. ദെൻ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ഉൾപ്പെടുന്നത് സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി 3 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുന്നത് 13 ഗ്രൂപ്പ് ആയിരിക്കും. നമ്മൾ പഠിച്ചായിരുന്നു പീരിയോഡിക് ടേബിളിന്റെ നടുക്ക് 3 to 12 വരെ ഉണ്ട്. അത് നമ്മൾ നോക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള 13 to 18 ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ ആ എലമെന്റ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? 13. 3 വരുമ്പോ 13 ആക്കുക. 1 2 സെയിം ആയിരിക്കും. 3 വരുമ്പോ ഇനി എന്താക്കുക? 13. Then outermost ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ which belongs to 14th group. 5 വന്നാൽ അപ്പൊ ഏത് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്? 15th. 6 വന്നാല് 16th group. 7 വന്നാല് 17th group. Then 8 വന്നു കഴിഞ്ഞാല് 18th group. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഹീലിയം. ഹീലിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പം കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് എഴുതാൻ പോകല്ലോ. ഓർത്തോണം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വന്നാൽ ആറ്റം സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആണ് എങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്തായിരിക്കും? 18th ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. കോൺഫിഗറേഷൻ എഴുതുന്ന ഉടനെ ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് ഓർത്തോണം അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്? 1 ഇലക്ട്രോൺ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്കറിയാം 2 8 1. ഇത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് ആണല്ലോ. ദെൻ ലിഥിയം അറ്റോമിക് നമ്പർ 3. കോൺഫിഗറേഷൻ 2 1. ഇത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ്. ദെൻ പൊട്ടാസ്യം. പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാല് 2 8 8 1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. പൊട്ടാസ്യം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഫസ്റ്റ്. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോൺ. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി വരുമ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ ഉടനെ ഓർത്തോണം അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 2 ഇലക്ട്രോൺസ്. എക്സാമ്പിൾ മഗ്നീഷ്യം. Atomic number of magnesium 12. Configuration 2 8 2. Then beryllium atomic number 4. Configuration 2 2. Calcium 20. 2 8 8 2. നോക്കിക്കേ, ഈ ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം ഇതെല്ലാം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 2 ഇലക്ട്രോൺസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 കോൺഫിഗറേഷൻ എഴുതി വരുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ വന്നാൽ നിങ്ങൾ എന്താക്കണം? 13. 1ഉം 2ഉം വരെ ഗ്രൂപ്പ് നമ്പറും വാലൻസ് ഇലക്ട്രോണും സെയിം ആ. 3 തൊട്ട് നിങ്ങൾ 3 വന്ന 13, 4 വന്ന 14 അങ്ങനെ കൊണ്ടുവരണം. അലൂമിനിയം 13th ഗ്രൂപ്പ് എലമെന്റിന് എക്സാമ്പിൾ ആണ് അലൂമിനിയം. അറ്റോമിക് നമ്പർ 13. കോൺഫിഗറേഷൻ 2 8 3. Then boron atomic number 5. Configuration 2 3.
അപ്പൊ 13th ഗ്രൂപ്പിനകത്ത് വരുന്നതാണ് ഈ ബോറോൺ, അലൂമിനിയം. നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആ വരുന്നത്? 3 ഇലക്ട്രോൺ. അപ്പൊ 13th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓർത്തോണ ഔട്ടർ മോസ്റ്റ് ഷെൽ contains 3 electrons. Then 4 കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ വിച്ച് ഇൻവോൾവ്സ് 14th ഗ്രൂപ്പ്. എക്സാമ്പിൾ കാർബൺ. Atomic number of carbon 6. Configuration 2, 4. Then silicon 14. Configuration 2, 8, 4. നോക്കിക്കേ, ഇതെല്ലാം ഏത് ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുന്നത്? 14. അപ്പോൾ 14th ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 4 ഇലക്ട്രോൺസ്. Then 5. കോൺഫിഗറേഷൻ എഴുതി വരുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് എങ്കിൽ which belongs to 15th group. Example nitrogen. Atomic number 7, configuration 2, 5. Then phosphorus. Atomic number 15, configuration 2, 8, 5. നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 5 ഇലക്ട്രോൺസ്. അപ്പം 15th ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 5 ഇലക്ട്രോൺസ്. Then 16th ഗ്രൂപ്പ്. 16th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 6. എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്സിജൻ. Atomic number of oxygen 8. Configuration 2, 6. Then sulfur. Atomic number 16. Configuration 2, 8, 6. അപ്പൊ 16th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺ. Then 17. കോൺഫിഗറേഷൻ എഴുതുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? 17th ഗ്രൂപ്പ്. എക്സാമ്പിൾ ഫ്ലൂറിൻ. Atomic number 9, configuration 2, 7. Then chlorine 17, 2, 8, 7. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത്? 7. Then 18th ഗ്രൂപ്പ്. 18th ഗ്രൂപ്പ് എക്സെപ്ഷണൽ കേസ് ആണ്. ഹീലിയം. ബാക്കി വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 8 ഇലക്ട്രോൺസ്. എക്സാമ്പിൾ നിയോൺ. Atomic number 10, configuration 2, 8. Then argon 18, 2, 8, 8. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത്? 8 ഇലക്ട്രോൺസ്. Then valency. What is valency? Valency എന്ന് പറഞ്ഞാൽ ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു അറ്റൈൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൊണ്ടുവന്നാൽ ആ ആറ്റം സ്റ്റേബിൾ ആണ്. ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇലക്ട്രോണിനെ അത് ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരാറ്റം ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? വാലൻസി. നമുക്ക് വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാലൻസി കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാല് വാലൻസ് ഇലക്ട്രോൺ. നമുക്ക് ഗ്രൂപ്പ് നമ്പർ, വാലൻസി 3 കോളായിട്ട് എടുക്കാം. ഫസ്റ്റ് വാലൻസ് ഇലക്ട്രോൺ 1 ആണ് എങ്കിൽ നമ്മൾ ഇപ്പം പഠിച്ചു അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് എങ്കിൽ ആ ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമായിരിക്കോ ഗെയിൻ ചെയ്യുമായിരിക്കോ? നമ്മളിപ്പം പഠിച്ചു ലിഥിയം. അറ്റോമിക് നമ്പർ 3 ആ വരുന്നത്. കോൺഫിഗറേഷൻ എഴുതിയ 2, 1 എന്നാ വരുന്നത്. ഇത് സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നി 7 ഇലക്ട്രോൺസിനെ ഇത് എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ അങ്ങ് കളയണം. ഈ ഒരു ഇലക്ട്രോൺ പോകുവാണ് എങ്കിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വന്നാൽ സ്റ്റേബിൾ ആകും. 7 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്താലും സ്റ്റേബിൾ ആകും. 7 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തായിരിക്കും? 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഓർക്കേണ്ടത്
ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ ആറ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നി 7 ഇലക്ട്രോൺ സ്വീകരിക്കണം, അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ കളയുക ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിനെ കളയുക എന്നുള്ളതാ. 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ വാലൻസി എന്തായിരിക്കും? 1. നമ്മൾ പറഞ്ഞു വാലൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നതിന്റെ എണ്ണമാണ്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ. അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ആകാൻ എന്ത് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്? ലൂസ് 1 ഇലക്ട്രോൺ. സോ വാലൻസി ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. സെക്കൻഡ് ഗ്രൂപ്പ് വാലൻസ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്തായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇത് സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നി 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം ഓർ 6 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. പോസിബിൾ എന്തായിരിക്കും? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുവാണല്ലോ. അതുകൊണ്ട് വാലൻസി എന്തായിരിക്കും വരുന്നത്? 2. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. സോ വാലൻസി 1. ഇനി വാലൻസ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. അതിന്റെ വാലൻസി എന്ത് തന്നെ വരുന്നത്? 2. വാലൻസ് ഇലക്ട്രോൺ 3 വരുവാണെങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 13 ആണ്. 13 ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ 3 ഇലക്ട്രോൺസ് വന്നാൽ ഇത് സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നീ 3 ഇലക്ട്രോണിനെ ഇത് എന്ത് ചെയ്യണം? കളയണം. അല്ലെങ്കിലോ 5 ഇലക്ട്രോണിനെ സ്വീകരിക്കണം. എളുപ്പം എന്ന് പറയുന്നത് 3 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുവാണല്ലോ. അതുകൊണ്ട് വാലൻസി ഓഫ് 13 ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3. Then 14th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺസ്. നമ്മൾ പഠിച്ചായിരുന്നു കാർബണാറ്റിക് കോമ്പൗണ്ട്സിനകത്ത് 4 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്, ഗെയിൻ ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്. ഷെയറിംഗ് ആണ്. 4 ഇലക്ട്രോൺസിനെ ഇത് ഷെയർ ചെയ്യുക. എനിവേ ബാലൻസി ഓഫ് 14th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 4 ആയിരിക്കും. Then 15th ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വന്നാൽ സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നി 5 ഇലക്ട്രോൺസിനെ ഇത് കളയണം, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. 5 ഇലക്ട്രോൺസിനെ കളയുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അതിനെക്കാട്ടും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെയിൻസ് 3 ഇലക്ട്രോൺ. അപ്പം 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് വാലൻസി ഓഫ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3. Then 16th ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നി 2 ഇലക്ട്രോൺസും കൂടെ വേണം. 6 + 2 8, അല്ലെങ്കിൽ 6 ഇലക്ട്രോൺസിനെ കളയണം. എളുപ്പം 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുവാണ്. അപ്പൊ 16th ഗ്രൂപ്പ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. സോ വാലൻസി ഓഫ് 16th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് 2. Then 17th എടുത്തു കഴിഞ്ഞാലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആയിരിക്കുമല്ലോ. സ്റ്റേബിൾ ആകാൻ ഇത് എന്തുവാ ചെയ്യുന്നത്? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അതുകൊണ്ട് വാലൻസി 1. Then 18th എടുത്തു കഴിഞ്ഞാല് ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇനി ഇതിന് കൊടുക്കുകയും വേണ്ട, വാങ്ങിക്കുകയും വേണ്ട. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. എക്സെപ്ഷണൽ കേസ് ഹീലിയത്തിന്റെയും വാലൻസി എന്ത് തന്നെയാണ്? 0 തന്നെ ആയിരിക്കും. അപ്പം ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പ്, പീരീഡ്, വാലൻസി, ഇത് 3 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് 3 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് എഴുതണം? കോൺഫിഗറേഷൻ എഴുതണം. എന്നിട്ട് എത്ര ഷെൽ ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഷെൽ ഏതിനോട് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് പീരീഡ്. മറന്നു പോകല്. നമ്പർ ഓഫ് ഷെൽ നമ്പർ ഓഫ് പീരീഡിനോട് ഈക്വൽ ആയിരിക്കും. ഷെല്ലിന്റെ എണ്ണം എണ്ണി നോക്കുക. എത്ര ഷെല്ലുണ്ടോ അതായിരിക്കും അതിന്റെ പീരീഡ് നമ്പർ. ദെൻ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് വാലൻസ് ഇലക്ട്രോൺ നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഉൾപ്പെടുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ബിലോങ്സ് ടു സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി 3 ഇലക്ട്രോൺസ് വരുമ്പോൾ നിങ്ങൾ എന്താക്കുക? 13. 4 വന്ന 14, 5 വന്ന 15,
6 വന്നാൽ 16, 7 17 ആൻഡ് 8 വന്നാൽ 18. എക്സെപ്ഷണൽ കേസ് ഹീലിയം. ദെൻ വാലൻസി. വാലൻസി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 to 4 വരെ വാലൻസ് ഇലക്ട്രോണും വാലൻസിയും സെയിം. അതായത് വാലൻസ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ വാലൻസി 1 വരും, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 വരുമ്പോ 4 തന്നെ. ഇനി 5 വരുമ്പോ നോക്കേണ്ടത് 5ന്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ 8 കിട്ടും. അതായത് 5ന്റെ കൂടെ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ എത്ര അത് ഗെയിൻ ചെയ്യണം. 5 വന്നാൽ 3, 5 plus 3 8. Then 6 വന്നാൽ 2 ഇലക്ട്രോൺസ് കൂടെ ഗെയിൻ ചെയ്യണം. 6 plus 2 8. Then 7 വന്നാൽ 7 plus 1 8. 8 വന്നാൽ സ്റ്റേബിൾ ആണ് 0.